ബഹുമാന്യരെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. ഞാൻ അവതരിപ്പിക്കുന്ന കഥ കായംകുളം കൊച്ചുണ്ണി. 1818 തിരുവിതാംകൂറിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ കൊച്ചുകുളക്കരയ്ക്കടുത്ത് കീരിക്കാട് എന്ന ഗ്രാമത്തിൽ ഒരു കൊച്ചു കുടിലിൽ കർക്കിടക മാസത്തിലെ അമാവാസി നാളിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചു. അവന്റെ പേര് കൊച്ചുണ്ണി. സ്നേഹനിധിയായ മാതാവ് അവനെ കൊച്ചു എന്ന് വിളിച്ചു. അവന്റെ പിതാവ് ഒരു മോഷ്ടാവായിരുന്നു. എന്നാൽ മോഷ്ടിച്ച് പണം സമ്പാദിക്കുന്ന ഒരാളായിരുന്നില്ല. ഒരു ദിവസം എന്തെങ്കിലും മോഷ്ടിക്കാൻ പറ്റാതായാൽ അന്ന് ആ കുടുംബം പട്ടിണിയിലാകും. കൊച്ചുണ്ണിക്ക് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ അവന്റെ പിതാവ് മരണപ്പെട്ടു. അതോടെ ആ കുടുംബം അനാഥമായി. മാതാവാണെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളുള്ള ആളുമായിരുന്നു. ചുറ്റുമുള്ളവരാരും അവരെ സഹായിച്ചില്ല. അങ്ങനെ പൊരിയുന്ന വയറിന്റെ ചൂളവിളിയുമായി നാളുകൾ മെല്ലെ കടന്നുപോയി. ആശ്രയമില്ലാതെ ആലംബമില്ലാതെ അമ്മയും മോനും തകർന്നു പോയി. ഒരു ദിവസം വിശന്ന് തളർന്നിരിക്കുന്ന കൊച്ചുണ്ണിയെ അമ്മ അടുത്തേക്ക് വിളിച്ചു. കൊച്ചു കൊച്ചു, അനക്ക് വിശക്കണുണ്ട് കൊച്ചു? വിശക്കണുണ്ടല്ലേ? നമ്മളാരും സഹായിക്കില്ല കൊച്ചു. കാരണം അന്റെ ബാപ്പ ഒരു കള്ളനായിരുന്നു. നമ്മുടെ മോൻ കക്കരുത്. നമ്മുടെ മോൻ കള്ളനാവരുത്. ഉമ്മ ഉമ്മ കരയുന്നോ? ഉമ്മ കരയുന്നുമ്മ. നമ്മൾ കള്ളനാവൂല. നമ്മൾ ആരുടെ മുതൽ കക്കൂലമ്മ. ആ ഉമ്മയും മകൻ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. പൊരിയുന്നവരോടെ കൊച്ചിന് വീഡിയോ ഇട്ടിറങ്ങി. നടന്ന് അടുത്തുള്ള എവർന്ന ഗ്രാമത്തിലെത്തി. അതാ അങ്ങ് അകലെ കാണാം ഒരു ബ്രാഹ്മണ ഇല്ല. അവിടെ വാതിൽക്കൽ ഒരു ചാരുകസേരയിൽ ചാടിയിരിക്കുന്നു ഒരു ബ്രാഹ്മണൻ. കൊച്ചിന്റെ ഒരു വിധത്തിൽ നടന്ന് അവിടെ എത്തി. തമ്പ്രാ തമ്പ്രാ, ആരാ അതെ? അങ്ങോട്ട് കയറി വരിക. നമ്മള് ഒരു മേത്തച്ചക്കനാ. ഓ, മേത്തനാണേലും എന്താ, മനുഷ്യനല്ലേ? അങ്ങോട്ട് കയറി വരിക. അന്നത്തെ കാലഗതി ഏറിയിരുന്ന കൊച്ചുണ്ണിക്ക് ആ വാക്കുകൾ വിശ്വസിക്കാനായില്ല. കൊച്ചുണ്ണി ഭയന്നു വിറച്ച് കയറി ചെന്നു. ആരാ, എന്താ വേണ്ടേ? വിശക്കുന്നമ്പ്ര, 4-5 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്. ആവശ്യമായ കൊച്ചുണ്ണിക്ക് അദ്ദേഹം വയർ നിറയെ കഞ്ഞി കൊടുത്തു. വിശപ്പ് ശമിച്ച കൊച്ചുണ്ണി അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിലേക്ക് വീണു. എന്തീ കാണിക്കണേ? എണീക്ക എണീക്ക. മറക്കൂലമ്പ്ര, നിങ്ങൾ തന്ന കഞ്ഞീന്റെ സ്വാദ് നമ്മള് മറക്കൂല. എന്തെങ്കിലും തൊഴിൽ കിട്ടിയിരുന്നെങ്കിൽ ജീവിച്ച് പോവായിരുന്നു. അടുത്തുള്ള പലചരക്ക് കടയിൽ കൊച്ചുണ്ണിക്ക് അദ്ദേഹം ജോലി വാങ്ങിക്കൊടുത്തു. 1000 പൂത്തിരി കത്തിച്ചു, ആകാശ പൂപ്പന്തൽ അലങ്കരിച്ചു, പൗർണമി പെണ്ണാളഞ്ഞൊറിഞ്ഞു, ഉലകമണിഞ്ഞു വസുന്ധര. വലിയ വീട്ടിൽ പിടിക, അതായിരുന്നു ആ കടയുടെ പേര്. സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കലായിരുന്നു കൊച്ചുണ്ണിയുടെ ജോലി. കൊച്ചിന്റെ തന്റെ ജോലി കൃത്യമായി തന്നെ ചെയ്തു. അധികം വൈകാതെ തന്നെ അവിടെയുള്ള വിശ്വസ്ത സേവകനായി. ആ ഇടയ്ക്കാണ് ഒരു പ്രത്യേക മതവിഭാഗത്തെ അഭ്യാസങ്ങൾ പഠിപ്പിക്കുന്ന ഒരു തങ്ങൾ വന്നെന്ന് പറഞ്ഞ് കൊച്ചിനെ എവിടെ എത്തിയത്. കൊച്ചിനോ എന്താ വേണ്ടത്? ഞമ്മക്കും അഭ്യാസങ്ങളെല്ലാം പഠിക്കണമെന്നുണ്ട്. നീനക്കോ? ഇതൊന്നും പഠിക്കാതെ തന്നെ നിന്റെ തന്ത വലിയ കള്ളനായിരുന്നു. ഇതും കൂടി പഠിച്ചാ നാളെ നീ ആരാകുമെന്ന് ആര് കണ്ടു? കൊച്ചുണ്ണി സങ്കടത്തോടെ തിരിഞ്ഞു നടന്നു. രാത്രി കാലങ്ങളിലായിരുന്നു തന്റെ ശിഷ്യരെ അദ്ദേഹം അഭ്യസിപ്പിച്ചിരുന്നത്. അത് കൊച്ചുണ്ണിക്ക് ഒരു അനുഗ്രഹമായി. രാത്രി കടയിലെ ജോലിയെല്ലാം തീർത്ത് പതിവായി എത്തും അവനെന്നും പതിഞ്ഞിരുന്ന് ശ്രദ്ധിക്കും. അഭ്യാസമുറയും മടിതടയും അതിരൂപ്യമായവൻ അഭ്യസിക്കും. അതിരൂപ്യമായവൻ അഭ്യസിക്കും. അതിരൂപ്യമായവൻ അഭ്യസിക്കും. ഒരു ദിവസം മരത്തിന്റെ മുകളിൽ ഒളിങ്ങനെ ശ്രദ്ധിക്കുന്ന കൊച്ചിനെ തങ്ങൾ കണ്ടു. കൊച്ചിന്റെ പതിയെ താഴെ ഇറങ്ങി വിനയപൂർവ്വം തൊഴുതു നിന്നു. കൊച്ചുണ്ണി, നീ എന്തിരിക്കായിരുന്നു? നമ്മള് അഭ്യാസങ്ങളെല്ലാം നോക്കി പഠിക്കായിരുന്നു. ഒളിഞ്ഞിരുന്നാണോ വിദ്യ അഭ്യസിക്കുന്നത്? അന്ന് വന്നപ്പോ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പഠിച്ചതൊക്കെ കാണിക്കേ, താങ്കൾ അലറി. ഇത് കേട്ടതും കൊച്ചുണ്ണി താൻ പഠിച്ചതെല്ലാം അനായാസം പ്രകടിപ്പിച്ചു. ഇത് കണ്ടതും തങ്ങൾ അമ്പരന്ന് പോയി. കൊച്ചുണ്ണി അദ്ദേഹം അടുത്തേക്ക് വിളിച്ചു. കൊച്ചുണ്ണി, നീ എന്റെ ശിഷ്യരെക്കാൾ നന്നായി അഭ്യസിക്കുന്നു. ഇനി നീ ഒളിഞ്ഞിരുന്ന് അഭ്യസിക്കരുത്, ഈ കളരിയിൽ കയറി അഭ്യസിക്കുക. അന്നു മുതൽ കൊച്ചുണ്ണി
വെട്ടും കുത്തും തടയും ചാട്ടവും പിടിച്ചിൽ മറച്ചിൽ ആൾമാറാട്ടം ജാലവിദ്യ അങ്ങനെല്ലാം വശത്താക്കി. ആ ഇടയ്ക്കാണ് ദേവനെ നിവേദിക്കാൻ ശർക്കരയ്ക്ക് കടയിൽ ആൾ വന്നത്. എന്നാൽ കടയിൽ വേണ്ട ശർക്കര ഉണ്ടായിരുന്നില്ല. കൊച്ചുണ്ണിയോട് വീട്ടിൽ കയറി ശർക്കര എടുക്കാൻ അവിടെയുള്ള മുതലാളി പറഞ്ഞു. കൊച്ചുണ്ണി അവിടെ എത്തിയപ്പോഴേക്കും അവിടെയുള്ളവർ ഗേറ്റ് പൂട്ടി എവിടെ പോയിട്ടുണ്ടായിരുന്നു. ദേവന്റെ നിവേദ്യം മുടങ്ങരുതല്ലോ എന്ന് കരുതി കൊച്ചുണ്ണി മതിലിനടുത്തെത്തി. പെട്ടെന്ന് മിന്നൽ വേഗതയിൽ ആവശ്യത്തിന് ശർക്കരയും എടുത്ത് കൊച്ചുണ്ണി തിരിച്ച് കടയിലെത്തി. ഇതറിഞ്ഞ മുതലാളി ആളില്ലാത്ത വീട്ടിൽ കയറി ശർക്കര എടുത്തതിന് കൊച്ചുണ്ണിയെ കടയിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം അവൻ ഒരുപാട് ഇടങ്ങളിൽ ജോലി അലഞ്ഞു. ആരും അവനൊരു ജോലി കൊടുത്തില്ല. കാരണം അവനൊരു കള്ളന്റെ മോനായിരുന്നു. പോരാത്തതിന് നല്ലൊരു അഭ്യാസിയും. ആടൊക്കെയാണ് അവൻ്റെ ഉമ്മ മരണപ്പെട്ടത്. അപ്പോഴേക്കും കാവൻകുളത്തും പരിസരത്തും അവൻ ഒരുപാട് കൂട്ടുകാരെ സമ്പാദിച്ചിരുന്നു. തൊഴിലെടുക്കാൻ തയ്യാറാണവർ. എന്നാൽ ആരും അവർക്കൊരു ജോലി കൊടുത്തില്ല. കൊച്ചുണ്ണിയിലെ വിപ്ലവകാരി ഉണർന്നു. പട്ടിണി പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന മുതലാളിമാരെ കൊള്ളയടിക്കുക, കിട്ടുന്നത് വിരിച്ച് പട്ടിണി പാവങ്ങൾക്ക് നൽകുക. അന്നു മുതൽ കൊച്ചുണ്ണി മുതലാളിമാർക്ക് ഒരു പേടി സ്വപ്നമായി. പാവപ്പെട്ടവർക്ക് കണ്ണിലുണ്ണിയും. തസ്കരനെങ്കിലും ആളിവൻ കോമളൻ അനുകമ്പയുള്ളവനായിരുന്നു കൊച്ചുണ്ണി എന്നൊരു സൗമ്യശീലൻ. ഒരു ദിവസം രത്നം നിറച്ച് പൊതിയുമായി പോകുന്ന ബ്രാഹ്മണൻ കൊച്ചുണ്ണിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കൊച്ചുണ്ണി അദ്ദേഹത്തെ ആക്രമിക്കാൻ ചാടി വീണു. എവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ ഉറന്ന മറുപടി കേട്ടതും കൊച്ചിന് വീഴ് വിട്ടു. നിങ്ങൾ എന്തിനാണ് ഈ രാത്രി ഒറ്റയ്ക്ക് ഉറപ്പെടുന്നത്? ഇതവിടെ നിൽക്കുന്ന കല്യാണത്തിന് ആവശ്യമായ രത്നങ്ങളും ആഭരണങ്ങളുമാണ്. എന്നെ ഒന്ന് സഹായിക്കണം. കൊച്ചുണ്ണി അദ്ദേഹത്തെ ഭദ്രമായി തന്നെ മണിയിലെത്തിച്ചു. ഇത് കണ്ടതും മഠത്തിലെ കാരണവർ, കൊച്ചുണ്ണി നീ? അതെ തമ്പ്ര, ഇത് ഞമ്മള് തന്നെ. ഞമ്മക്ക് തന്ന കഞ്ഞിന്റെ സ്വാദ് ഞമ്മള് മറന്നില്ല. മരണം വരെ നമ്മളത് മറക്കൂല. നമുക്ക് വാങ്ങി തന്ന തൊഴില് നമ്മൾ സത്യം എന്ന വൈദ്യുതി ചെയ്ത്. പക്ഷേ ദുനിയാവില് ഒരു മാന്യനും ജീവിക്കാൻ പറ്റാണ്ടായി. ഒരു ദേവന്റെ നിവേദ്യം മുടങ്ങാതിരിക്കാനാ നമ്മൾ അടച്ചിട്ട പോലെ കയറി ശർക്കര എടുത്തത്. എല്ലാവർക്കും ഒരേ നിയമമാണ്. എല്ലാ പഹയന്മാർക്കും ഒരേ നിയമമാണ്. അതിവിടെ പാലിക്കപ്പെടണം. ബാപ്പ കള്ളനായുണ്ട് സമൂഹം നമ്മളെ കള്ളനാക്കി. സർക്കാർ തലത്തിൽ കൊച്ചുണ്ണി പിടികൂടാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നു. എന്നാൽ ഒന്നും ഫലിച്ചില്ല. ഒടുവിൽ കൊച്ചുണ്ണിയുടെ അനേകളിൽ ചിലരെ വശത്താക്കി മദ്യത്തിൽ മയക്കുമരുന്ന് കൊടുത്ത് ബോധരഹിതനാക്കി കട്ടിൽ വീഴ്ത്തി. കട്ടിലോടെ പിടിച്ചു കിട്ടി തിരുവനന്തപുരത്ത് ജയിലിൽ കൊണ്ടടച്ചു. പാവപ്പെട്ടവർക്ക് അത്താണിയായ കൊച്ചുണ്ണി അവിടുത്തെ ക്രൂര മർദ്ദനമേറ്റ് മരണപ്പെട്ടു. പ്രിയരെ, ജാതിയും മതവും നോക്കാതെ മനുഷ്യനെ സ്നേഹിച്ചവനാണ് കൊച്ചുണ്ണി. നമ്മുടെ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അക്രമത്തിനും അനീതിക്കും കൂട്ടുനിൽക്കാത്ത കൊച്ചുണ്ണിമാർ പുനർജനിക്കട്ടെ. നന്ദി, നമസ്കാരം.